നമസ്കാരം, സ്വാഗതം. ഇന്ന് നമ്മൾ എന്താ പറയാ, ഒരു പാട്ടാണ് വിശകലനം ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇതൊരു സാധാരണ പാട്ടല്ല. 1996 അമേരിക്കൻ നാടോടി ഗായികയായ ഐറിസ് ഡിമെന്റ് എഴുതിപ്പാടിയ വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ. നിങ്ങളുടെ മുന്നിലുള്ള ഈ പഠന സഹായികൾ വായിച്ചപ്പോൾ എനിക്ക് ആദ്യം തന്നെ തോന്നിയൊരു സംശയം എന്താന്ന് വെച്ചാൽ, ഏകദേശം 30 വർഷം മുൻപിറങ്ങിയ ഒരു പാട്ട് എങ്ങനെയാണ് അത് ഇന്നത്തെ ലോകത്തെക്കുറിച്ച് എഴുതിയതുപോലെ നമുക്ക് തോന്നുന്നത്? ആ പേരിൽ തന്നെയുണ്ടൊരു വൈരുദ്ധ്യം. സ്വാതന്ത്ര്യമുള്ളവരുടെ തരിശുഭൂമി, സ്വാതന്ത്ര്യത്തിന്റെ നാടെന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്നൊരിടം. അതെങ്ങനെ ഒരു തരിശുഭൂമിയായി? അതായത് ഒന്നും വളരാത്ത, വരണ്ടുണങ്ങിയൊരിടമായി മാറി. ഈ ചോദ്യത്തിന്റെ ഉത്തരം തേടുകയാണ് നമ്മൾ ഈ ഒരു വിശകലനത്തിലൂടെ. അപ്പം നമുക്ക് തുടങ്ങാമല്ലേ? ഈ പാട്ട് ആരെയാണ് പ്രധാനമായി ലക്ഷ്യം വയ്ക്കുന്നത്? എവിടെയാണ് ഈ തരിശുഭൂമിയുടെ വേരുകൾ? ഗായികയുടെ അഭിപ്രായത്തിൽ ഈ തരിശുഭൂമിക്ക് 3 പ്രധാന ശില്പികളുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാം 3 അധികാര കേന്ദ്രങ്ങൾ. അതിലാദ്യത്തേത് മതനേതാക്കളാണ്. യേശു സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചും പഠിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ സംസാരിക്കുന്നവർ വജ്രഖനനത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും സംസാരിക്കുന്നു എന്ന് പാട്ടിൽ പറയുന്നുണ്ട്. അതായത് അവർ യേശുവിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടാവാം, പക്ഷെ പെരുമാറുന്നത് നേരെ തിരിച്ചാണ് എന്നൊരു ധ്വനി അതിലുണ്ട്. ഓ, അതായത് ആത്മീയതയെ ഒരു കച്ചവടമായി കാണുന്നതിനെതിരെയുള്ള ഒരു വിമർശനം. ആത്മീയതയുടെ യഥാർത്ഥ സന്ദേശം നഷ്ടപ്പെട്ട് അത് പണവും അധികാരവും നേടാനുള്ള ഒരു മാർഗമായി മാറുമ്പോൾ. ശരി, അപ്പോൾ രണ്ടാമത്തെ കൂട്ടർ ആരാണ്? എനിക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ട്, ഒരുപക്ഷേ രാഷ്ട്രീയക്കാർ. നിങ്ങളുടെ ഊഹം വളരെ ശരിയാണ്. രാഷ്ട്രീയക്കാരെയാണ് ഗായിക അടുത്തതായി വിമർശിക്കുന്നത്. ഇത് വളരെ നേരിട്ടുള്ള ഒരു ആക്രമണമാണ് ശരിക്കും. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കോർപ്പറേറ്റുകളിൽ നിന്ന് കോടിക്കണക്കിന് ഡോളർ സംഭാവന വാങ്ങുന്നു. എന്നിട്ട് അധികാരത്തിലെത്തിയാലോ തങ്ങൾക്ക് വോട്ട് ചെയ്ത സാധാരണക്കാരെ മറക്കും. എന്നിട്ട് പണം തന്ന കോർപ്പറേറ്റുകളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കും. ഇതിന് ജനാധിപത്യത്തിന്റെ കൊലപാതകമെന്ന് തന്നെ വിശേഷിപ്പിക്കാം, അല്ലേ? കാരണം ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു സംവിധാനം? ഈ പറയുന്ന കോർപ്പറേറ്റുകളാണ് അപ്പോൾ മൂന്നാമത്തെ വിഭാഗം, അല്ലേ? സിഇഒമാരെക്കുറിച്ച് പാട്ടിൽ പറയുന്നുണ്ടല്ലോ. അതെ, സിഇഒമാർ, സാധാരണ തൊഴിലാളിയേക്കാൾ 200 മടങ്ങ് കൂടുതൽ ശമ്പളം വാങ്ങുന്നവർ. അവർ തൊഴിലാളികളുടെ മിനിമം വേതനം വർദ്ധിപ്പിക്കുന്നതിനെ ശക്തമായി എതിർക്കുന്നു. തൊഴിലാളികൾ കൂടുതൽ അവകാശങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ ഈ ഫാക്ടറി അടച്ചു മെക്സിക്കോയിലേക്ക് പോകും എന്ന് ഭീഷണിപ്പെടുത്തും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, 1996 എഴുതുന്നത്. ആഗോളവൽക്കരണത്തിന്റെ തുടക്കകാലത്ത് തന്നെ തൊഴിലുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റുമെന്നുള്ള ഭീഷണി തൊഴിലാളികളെ നിശബ്ദരാക്കാൻ എങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത് എന്നതിന്റെ കൃത്യമായ ഒരു ചിത്രമാണിത്. ഈ 3 ശക്തികളും, അതായത് മതവും രാഷ്ട്രീയവും കോർപ്പറേറ്റ് ലോകവും, അവരെല്ലാം കൈകോർക്കുമ്പോൾ സാധാരണക്കാരൻ എങ്ങനെ ഒറ്റപ്പെടുന്നു എന്നാണ് ഗാനം പറയുന്നത്. ഈ 3 അധികാര കേന്ദ്രങ്ങളെയും കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ പാട്ട് അതിൻ്റെ ഏറ്റവും ശക്തമായ ഭാഗത്തേക്ക് കടക്കുകയാണ്, അതിൻ്റെ കോറസിലേക്ക്. ഈ തരിശുഭൂമിയിൽ ജീവിക്കുമ്പോൾ പാവപ്പെട്ടവരാണ് നമ്മുടെ ശത്രുക്കൾ എന്ന വരി ആവർത്തിച്ചു വരുന്നുണ്ട്. എനിക്കിത് കേട്ടപ്പോൾ ശരിക്കും ഒരു ഞെട്ടലാണ് തോന്നിയത്. നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം പാവപ്പെട്ടവരാണെന്ന് വരുത്തി തീർക്കുന്ന ഒരു സാമൂഹിക അവസ്ഥയെക്കുറിച്ചാണ് അവർ പാടുന്നത്. കൃത്യമായി. അതിനെ ഗായിക വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഹിറ്റ്ലർ റെമഡി. എന്തൊരു ധൈര്യമുള്ള പ്രയോഗമാണത്! ഒരു രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ പ്രശ്നങ്ങൾക്ക് ഒരു ന്യൂനപക്ഷത്തെ, ഇവിടെ പാവപ്പെട്ടവരെ ബലിയാടാക്കുന്നതിനെയാണ് അവർ ഹിറ്റ്ലറുടെ പരിഹാരത്തോട് ഉപമിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ സ്കേപ്പ് ഗോട്ടിംഗ് എന്ന് പറയുന്നത്. യഥാർത്ഥ കുറ്റവാളികളായ അധികാരവർഗത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ വിഭാഗത്തെ ശത്രുക്കളായി ചിത്രീകരിക്കുക. എന്തുകൊണ്ടാണ് ഒരു സമൂഹം എപ്പോഴും ഏറ്റവും ദുർബലരായവരെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്ന ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ആ കോറസ് കേൾക്കുമ്പോൾ ഇന്നത്തെ വാർത്താ ചർച്ചകളും സോഷ്യൽ മീഡിയയിലെ സംവാദങ്ങളുമൊക്കെയാണ് എൻ്റെ ഓർമ്മ വരുന്നത്. യഥാർത്ഥ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാതെ ചിലപ്പോൾ കുടിയേറ്റക്കാരെ, അല്ലെങ്കിൽ ദലിതരെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദുർബല വിഭാഗത്തെ കുറ്റപ്പെടുത്തുന്ന ഒരു പ്രവണത അതിന്നും ശക്തമായി നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ അധികാരവർഗം മാത്രമല്ല പ്രശ്നം, ഈ മനോഭാവം സാധാരണ ജനങ്ങളുടെ ജീവിതത്തിലും പ്രതിഫലിക്കുന്നുണ്ടാവുമല്ലോ, അല്ലേ? തീർച്ചയായും. ഇവിടെയാണ് ഗാനം ഒരു പടി കൂടി കടന്ന് ആ തരിശുഭൂമിയിലെ ദൈനംദിന ജീവിതത്തിലേക്ക് ക്യാമറ തിരിക്കുന്നത്.
അധികാരത്തിന്റെ അഴിമതി എങ്ങനെ സമൂഹത്തെ മൊത്തത്തിൽ ജീർണിപ്പിക്കുന്നു എന്ന് ഗായിക നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിലൊന്നാണ് വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ. ഹൈസ്കൂളിലെ കുട്ടികൾക്ക് 6ാം ക്ലാസ്സിലെ വായനാ പരീക്ഷ പോലും പാസ്സാകാൻ കഴിയുന്നില്ല. പക്ഷേ കാൽവിൻ ക്ലൈൻ, ഗസ് ജീൻസിനെക്കുറിച്ചും MTVയിലെ താരങ്ങളെക്കുറിച്ചും അവർക്ക് എല്ലാം അറിയാം എന്നൊരു വരിയുണ്ടതിൽ. അത് വളരെ ശക്തമായൊരു നിരീക്ഷണമാണ്. അറിവിനേക്കാൾ ഉപരി ഉപഭോഗ സംസ്കാരത്തിനും ബ്രാൻഡുകൾക്കും പ്രാധാന്യം നൽകുന്ന ഒരു തലമുറ. അതിനെക്കുറിച്ചുള്ള ഒരു ആശങ്കയാണത്. ഇത് വിദ്യാഭ്യാസത്തിന്റെ പരാജയം മാത്രമല്ല, ഒരു സമൂഹത്തിന്റെ മൂല്യങ്ങളുടെ പരാജയം കൂടിയാണ് കാണിക്കുന്നത്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കാതെ ഉപരിപ്ലവമായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു യുവതലമുറ വളർന്നുവരുമ്പോൾ ആ നാടിന്റെ ഭാവി എന്താകും? ആ ചോദ്യത്തിനുള്ള ഉത്തരം ഗാനത്തിന്റെ അടുത്ത ഭാഗത്തുണ്ട്. വിദ്യാഭ്യാസത്തിലെ ഈ ശൂന്യത അവരെ എവിടെയാണ് എത്തിക്കുന്നത്? നഗരങ്ങളിലെ കുട്ടികൾ തോക്കെടുത്ത് പരസ്പരം യുദ്ധം ചെയ്യുന്നു. അതിനൊരു പരിഹാരമായി നമ്മൾ അവരെ ജയിലിലടയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതിനെ ഒരു പുരോഗമിച്ച സംസ്കാരം എന്ന് വിളിക്കുന്നു. ഈ വരികൾ അമേരിക്കയിലെ സ്കൂൾ ടു പ്രിസൺ പൈപ്പ് ലൈൻ എന്ന ഭീകരമായ യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എനിക്കിത് പൂർണ്ണമായി മനസ്സിലായില്ല. എന്താണ് ഈ സ്കൂൾ ടു പ്രിസൺ പൈപ്പ് ലൈൻ? ഒന്നുകൂടി വിശദീകരിക്കാമോ? തീർച്ചയായും. അതായത് ആവശ്യത്തിന് ഫണ്ടോ സൗകര്യങ്ങളോ ഇല്ലാത്ത സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് ദരിദ്രരായ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് ശരിയായ വിദ്യാഭ്യാസം കിട്ടുന്നില്ല. ചെറിയ തെറ്റുകൾക്ക് പോലും അവരെ സ്കൂളിൽ നിന്ന് പുറത്താക്കുകയോ പോലീസിൽ ഏൽപ്പിക്കുകയോ ചെയ്യുന്നു. അങ്ങനെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന ഈ കുട്ടികൾ വളരെ എളുപ്പത്തിൽ കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്കും പിന്നെ ജയിലുകളിലേക്കും എത്തിച്ചേരുന്നു. ഇതിനെയാണ് സ്കൂളിൽ നിന്ന് ജയിലിലേക്കുള്ള പാത എന്ന് പറയുന്നത്. അപ്പോൾ ഗായിക ചോദിക്കുന്നത് ഇതാണ്: കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകി അവരെ നല്ല പൗരന്മാരാക്കുന്നതിന് പകരം അവരെ ജയിലിലടയ്ക്കാൻ മാത്രം ഒരുങ്ങുന്നൊരു സമൂഹം എങ്ങനെയാണ് പുരോഗമിച്ചതാകുന്നത്? ഇപ്പോ വ്യക്തമായി. അപ്പോൾ പുറമേക്ക് സമ്പന്നവും ശക്തവുമെന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ ധാർമ്മികമായി തകർന്നുപോയ ഒരു സമൂഹത്തെയാണ് തരിശുഭൂമി എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അവസരങ്ങളില്ലാതാകുന്നു, യുവതലമുറയുടെ ഭാവി നശിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഈ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഭരണകൂടങ്ങൾ സാധാരണ എന്താണ് ചെയ്യാറ്? ഒരുപക്ഷെ പുറത്തൊരു ശത്രുവിനെ ഉണ്ടാക്കുകയാണോ? യുദ്ധത്തെക്കുറിച്ചും ഗാനത്തിൽ പറയുന്നുണ്ടല്ലോ. അതെ, അടുത്തതായി ഗാനം പോകുന്നത് അങ്ങോട്ടേക്കാണ്. രാജ്യസ്നേഹം, യുദ്ധം തുടങ്ങിയ വലിയ വിഷയങ്ങളെയാണ് ഗായിക ചോദ്യം ചെയ്യുന്നത്. നമ്മൾ എണ്ണയ്ക്കു വേണ്ടി കൊല്ലുന്നു, എന്നിട്ട് ജയിക്കുമ്പോൾ ആഘോഷിക്കുന്നു എന്ന വരി. അത് 1991 ഗൾഫ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ കാണാൻ. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക ഇടപെടലുകൾക്ക് പിന്നിൽ എണ്ണയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക താൽപ്പര്യങ്ങളാണെന്ന വിമർശനം അന്നും ഇന്നും ശക്തമാണല്ലോ. യുദ്ധത്തെ ന്യായീകരിക്കാൻ ഉപയോഗിക്കുന്ന ഈ രാജ്യസ്നേഹം എന്ന ആശയത്തെയും ഗാനം വിമർശിക്കുന്നുണ്ടല്ലേ? യുദ്ധം ചെയ്യാൻ വിസമ്മതിക്കുന്നവനെ നീ പാപി എന്ന് വിളിക്കും, പക്ഷേ സ്വന്തം മനസാക്ഷിക്കു വേണ്ടി നിലകൊള്ളുന്നതാണ് യഥാർത്ഥ അമേരിക്കൻ രീതി എന്ന് ഗായിക പറയുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. കാരണം യുദ്ധത്തെ എതിർക്കുന്നവരെ എപ്പോഴും രാജ്യദ്രോഹികളായി ചിത്രീകരിക്കാറുണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. അത് ഗാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്താവനകളിലൊന്നാണ്. സർക്കാരിന്റെ നയങ്ങളെ ചോദ്യം ചെയ്യുന്നതാണോ അതോ കണ്ണടച്ച് പിന്തുണയ്ക്കുന്നതാണോ യഥാർത്ഥ രാജ്യസ്നേഹം? ഈ ചോദ്യം എല്ലാ കാലത്തും പ്രസക്തമാണ്. യുദ്ധവിരുദ്ധ പ്രക്ഷോഭകർ നേരിടുന്ന സാമൂഹിക സമ്മർദ്ദങ്ങളെയും ഒറ്റപ്പെടുത്തലുകളെയും ഈ വരികൾ ഓർമ്മിപ്പിക്കുന്നു. സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു പൗരന്റെ അവകാശത്തെയാണ് ഗായിക ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പോ ഈ വിശകലനത്തിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുക. മതത്തിലെ കാപഢ്യം, രാഷ്ട്രീയത്തിലെ അഴിമതി, കോർപ്പറേറ്റുകളുടെ ചൂഷണം, വിദ്യാഭ്യാസത്തിന്റെ തകർച്ച, നീതിന്യായ വ്യവസ്ഥയുടെ പരാജയം, യുദ്ധക്കുതി, ഇതെല്ലാം ചേർന്ന് ആ തരിശുഭൂമിയെ പൂർണ്ണമാക്കുന്നു. ഗാനം അവസാനിക്കുന്നതാകട്ടെ വളരെ വിഷാദപൂർണമായ ഒരു ചിത്രത്തോടെയാണ്. ആളുകൾ തങ്ങളുടെ രാജ്യത്തെക്കുറിച്ച് അഭിമാനത്തോടെ സംസാരിക്കുമ്പോൾ നീതി കടലിന്റെ അടിയിലേക്ക് മുങ്ങിത്താഴുന്നു എന്ന് പറയുന്നു. എന്തൊരു ശക്തമായ ഒരു രൂപകമാണത്! അതൊരു സാധാരണ രൂപകമല്ല, ഗാനത്തിന്റെ മൊത്തം ആശയത്തെ ഉൾക്കൊള്ളുന്ന എന്നാണ്. രാജ്യത്തിന്റെ പതാക ഉയരത്തിൽ പറക്കുമ്പോഴും ദേശീയഗാനം പാടുമ്പോഴും ഉപരിപ്ലവമായ നേട്ടങ്ങളിൽ നമ്മൾ അഭിരമിക്കുമ്പോഴും സമൂഹത്തിന്റെ അടിസ്ഥാനശിലയായ നീതി പതുക്കെ ഇല്ലാതാകുന്നു. അതാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കടലിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങിത്താഴുന്നു. ആർക്കാണ് നീതി നഷ്ടപ്പെടുന്നത്?
സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക്, ശബ്ദമില്ലാത്തവർക്ക്, അവർക്ക് നീതിയെന്നത് അപ്രാപ്യമായ ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊരു മുന്നറിയിപ്പാണ് ആ അവസാന വരികൾ നൽകുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഐറിസ് ഡിമണ്ടിന്റെ വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ എന്നത് ഒരു കാലഘട്ടത്തിന്റെ മാത്രം പാട്ടല്ല. അത് സാമ്പത്തികവും രാഷ്ട്രീയവുമായ കാപട്യങ്ങൾക്കെതിരെയുള്ള ഒരു കാലാതീതമായ ഒരു നിലവിളിയാണ്. ഈ പ്രശ്നങ്ങളെല്ലാം ചേർന്ന് സ്നേഹവും അനുകമ്പയുമില്ലാത്ത നീതിയില്ലാത്ത ഒരു സാമൂഹിക തരിശുഭൂമി എങ്ങനെ സൃഷ്ടിക്കുന്നുവെന്ന് ഈ ഗാനം വളരെ വ്യക്തമായി നമുക്ക് മുന്നിൽ വരച്ചുകാട്ടുന്നു. തീർച്ചയായും 1996 എഴുതിയതാണെങ്കിലും സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന അന്തരം, രാഷ്ട്രീയത്തിലെ കോർപ്പറേറ്റ് സ്വാധീനം, നീതിയുടെ അർത്ഥമെന്താണ് എന്നതിനെക്കുറിച്ചുള്ള സംവാദങ്ങൾ, ഇതെല്ലാം ഇന്നും നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ ചർച്ചാവിഷയങ്ങളാണ്. കാലം ഒരുപാട് മാറിയിട്ടും സാമ്പത്തിക നീതിയെയും സാമൂഹിക സമത്വത്തെയും കുറിച്ചുള്ള അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് കാര്യമായ മാറ്റം വന്നിട്ടില്ല എന്നതിന് ഈ ഗാനം ഒരു ചരിത്രപരമായ കണ്ണാടി പോലെ പ്രവർത്തിക്കുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഈ ഗാനം ഇന്നും ഇത്രയധികം ആളുകളെ സ്വാധീനിക്കുന്നത്. അതിന്റെ സംഗീതം പോലും വളരെ ലളിതമാണ്. സങ്കീർണമായ ഉപകരണങ്ങളൊന്നുമില്ല. ആ ലളിതമായ ഈണമും നേരായ ആലാപന ശൈലിയുമാണ് അതിലെ കഠിനമായ വാക്കുകൾക്ക് കൂടുതൽ ആഘാതം നൽകുന്നത്. ഈ ഗാനം തിന്മയെ തിരിച്ചറിഞ്ഞ് അതിനെ അപലപിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു എന്ന് നിങ്ങളുടെ പഠനസഹായിയിൽ പറയുന്നുണ്ട്. അപ്പോൾ കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു ചോദ്യം. ഈ പാട്ടിൽ വിവരിക്കുന്നത് പോലുള്ള അനീതികൾ നമ്മുടെ ചുറ്റും കാണുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്താൻ, ഒരു നിലപാടെടുക്കാൻ ഇന്ന് ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് സാധിക്കുക? ഈ പാട്ട് കേട്ട് കഴിയുമ്പോൾ നമുക്ക് ചുറ്റും കാണുന്ന അനീതികളെ വെറുമൊരു വാർത്തയായി തള്ളിക്കളയാൻ നമുക്ക് കഴിയുമോ? അതോ ഇതിലെന്തെങ്കിലും ചെയ്യാനുണ്ടെന്ന് നിങ്ങൾക്കും തോന്നുന്നുണ്ടോ?